ഹായ് എവരിവൺ, ഇൻഫോ ക്യാമ്പസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് ഡിവൈസുകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് ഒരു കമ്പനിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡിവൈസുകളാണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങളൊരു നെറ്റ്വർക്കിംഗ് കോഴ്സ് നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ ഏതൊക്കെ ഡിവൈസുകളായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാവുക, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഡിവൈസുകൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളാണ്. അതായത് പേഴ്സണൽ ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുകൾ. ഓക്കെ, അപ്പം അത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ക്ലയൻറ്റ് ഡിവൈസാണ്. അപ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക മെയിനായിട്ടുള്ളൊരു സെർവർ വെച്ചിട്ടാണ്. അപ്പോൾ ഡാറ്റാ സെൻറ്ററിൽ സെർവർ ഉണ്ടാവും. അപ്പോൾ ആ സെർവറിനെ പറ്റി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറുകളും സെർവറുകളൊക്കെ തമ്മിൽ ലാനിൽ കണക്റ്റ് ചെയ്തിട്ടുള്ളത് സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസ് ത്രൂ ആയിരിക്കും. അപ്പം എന്താണ് നെറ്റ്വർക്ക് സ്വിച്ച് എന്താണ് എന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ലാൻ കണക്ഷന് പുറത്തുള്ളൊരു വേറൊരു ബ്രാഞ്ചിലേക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ത്രൂ ആയിരിക്കും നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നെറ്റ്വർക്ക് റൂട്ടർ എന്താണ് എന്ന് നമ്മൾ പഠിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തുള്ള നെറ്റ്വർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ സെക്യൂരിറ്റി വേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫയർവാൾ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റി പഠിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സെർവറുകൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ലോഡും കൂടെ ഒരേ സെർവറിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സെർവർ ഹാങ് ആയി പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ സമയത്ത് മൾട്ടിപ്പിൾ സെർവറുകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ലോഡ് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഡ് ബാലൻസേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ലോഡ് ബാലൻസർ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റി പഠിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹ്യൂജ് ഡാറ്റാസൊക്കെ സേവ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് നെറ്റ്വർക്ക് ഉണ്ടാവും, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ സ്റ്റോറേജ് ഡിവൈസുകളെ പറ്റി നമ്മൾ പഠിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വയേർഡ് നെറ്റ്വർക്കും ഉണ്ട്, വയർലെസ് നെറ്റ്വർക്കും ഉണ്ട്. അപ്പോൾ വയർലെസ് നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വയർലെസ് ഡിവൈസുകൾ ഉണ്ടാവും, അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് വോയിസ് ഓവർ IP വഴി അല്ലെങ്കിൽ ടെലിഫോൺ വഴി നമുക്ക് വേറെ ബ്രാഞ്ചുകളിലേക്കൊക്കെ അല്ലെങ്കിൽ ഫോൺ വഴി വേറെ ബ്രാഞ്ചുകളിലേക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വോയിസ് കമ്മ്യൂണിക്കേഷനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടെലികോൺഫറൻസിങ്ങോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ്ങോ ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് VoIP ഡിവൈസ് അതേപോലെ തന്നെ കൊളാബറേഷൻ ഡിവൈസുകളുണ്ടാവും, അതിനെപ്പറ്റി പഠിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലൗഡ്, വിർച്വലൈസേഷൻ, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനത്തെ പല പല ടെക്നോളജികളും നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജികളെ പറ്റിയാണ് ഇന്നത്തെ നമ്മളെ ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു കമ്പ്യൂട്ടർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുന്ന പലർക്കും അതായത് ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും അവർ മൊബൈൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ ലാബുകളിലാണെങ്കിലോ അല്ല നിങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഒക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസാണിത്. ഓക്കെ, അതായത് സപ്പോസ് നമുക്ക് വെബിൽ ബ്രൗസ് ചെയ്യാനുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മൾ എന്താ പറയുക ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വേർഡ് പ്രോസസ്സർ എല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തന്നെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർസ്, അങ്ങനെ പല പല സോഫ്റ്റ്വെയറുകളും ഉണ്ടാവും നമുക്ക് ആവശ്യം ഉണ്ടായിട്ടുള്ള. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവുക എന്താണ്, ഒരു യൂസർ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ കമ്പ്യൂട്ടർ എന്തായാലും ഒരു കമ്പനിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ എൻഡ് യൂസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടറുകളായിരിക്കും. കമ്പ്യൂട്ടറിന് ചിലപ്പോൾ IP ഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ പ്രിൻ്റർ യൂസ് ചെയ്യുന്നുണ്ടാവും, സ്കാനർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്താണ്, ഈ കമ്പ്യൂട്ടർ, പേഴ്സണൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ആയിരിക്കും. അപ്പോൾ അവർക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ് അതിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ലിനക്സ് ആവാം, വിൻഡോസ് ആവാം, ഏതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന കുറേ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ ലെവലിലേക്കൊന്നും നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവുന്ന സമയത്ത് നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി നമ്മൾ പറയുകയാണ്, ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഓപ്പൺ ചെയ്തു, നമ്മളൊരു
ക്യാബിൻ നെറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് എന്താണ്, ഒരു മദർ ബോർഡാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഒരു മദർ ബോർഡിനകത്താണ് ഇതിൻ്റെ CPU ആണെങ്കിലും മെമ്മറി ആണെങ്കിലും അതൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്തിലായിരിക്കും, ആ മദർ ബോർഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മദർ ബോർഡ് ഉണ്ടാവും. ആ മദർ ബോർഡിനകത്ത് ഈ പവർ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പവർ സപ്ലൈ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഡാറ്റാസൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റോറേജ് ഡിവൈസ്, ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മദർ ബോർഡിനകത്തുള്ള മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ പ്രോസസ്സറും മെമ്മറിയുമാണ്. ഓക്കെ, ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യുന്നതും ചില ഈ ഇൻറ്റേർണൽ മെമ്മറി യൂസ് ചെയ്യുന്നത് പ്രൈമറി മെമ്മറി എന്ന് പറയും. ഓക്കെ, അപ്പം പ്രോസസ്സർ ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും, അതായത് റാം ഉണ്ടാവും, പിന്നെ ഗ്രാഫിക് കാർഡ്. ചില കമ്പ്യൂട്ടറുകളൊക്കെ വെച്ചാൽ ഗ്രാഫിക് കാർഡ്, പിന്നെ അതേപോലെ തന്നെ സൗണ്ട് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയർ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെപ്പോഴും ഇതിൻ്റെ ഇൻസൈഡ് നമ്മൾ കാണുന്നില്ല. നമ്മളെപ്പോഴും കാണുന്നത് എന്താണ്, നമ്മൾ കീബോർഡ്, മൗസ്, മോണിറ്റർ, ഓക്കെ, ഇത് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻറ്റേർണലി വർക്കൗട്ട് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ബ്രെയിൻ ആയിട്ടുള്ള CPU വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 കോറുള്ള CPU അല്ലെങ്കിൽ 8 കോറുള്ള CPU ഒക്കെയാണ് നമ്മൾ മിക്കവാറും കേസിൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവുക. അതിനെക്കാട്ടും ഹയർ കോർസ് ഉള്ളത് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ജനറലായിട്ട് നമ്മൾ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ 8 കോർ പ്രോസസ്സറൊക്കെ വരികയാണ്. അതേപോലെ തന്നെ മെമ്മറി സപ്പോർട്ട് ചെയ്യുക. സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ മെമ്മറി 4GB to 32GB പക്ഷേ 64GB 128GB ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്, നമ്മളെ ഡാറ്റാസൊക്കെ സേവ് ചെയ്തിരിക്കുന്നത് ഹാർഡ് ഡിസ്കിലായിരിക്കും. 512GB മുതൽ 2TB വരെയൊക്കെയുള്ള ഹാർഡ് ഡിസ്ക് അവൈലബിൾ ആണ്. അതിനെക്കാട്ടും ഹയർ റേഞ്ചിലുള്ള ഹാർഡ് ഡിസ്ക്കും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പവർ സപ്ലൈ, മദർ ബോർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജനറേഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ഹയർ റേഞ്ചിൽ ഇൻറ്റൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, i9 ആണ് വരുന്നത്. ഓക്കെ, ഈ i9 പ്രോസസ്സർ വെച്ചിട്ട് നിങ്ങൾക്ക് 24 കോർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ നമുക്ക് 24 കോർ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 192GB ഓഫ് റാം വരെ നമ്മളത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഹയർ റേഞ്ച് ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഗെയിമിംഗ് സ്റ്റേഷനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം GNS3 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹയർ എൻഡ് പ്രോസസ്സറൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ളത് i9 ആണ്. നമുക്കറിയാം i3, i5, i7 ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ് i9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പേഴ്സണൽ കമ്പ്യൂട്ടറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ലാപ്ടോപ്പും വരാം എൻഡ് ഡിവൈസ് ആയിട്ട്, അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സും വരാം. ഓക്കെ, രണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന കോമ്പണൻസ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഏതൊക്കെ കമ്പനികളാണ് ഈ കമ്പ്യൂട്ടറുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത്? നമുക്കറിയാം, ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് മാർക്കറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് എന്ന് പറയുന്നത് ലെനോവോക്കാണ്. ഓക്കെ, IBM ആണ്. നമുക്കറിയാം IBMൻ്റെ ഒരു സബ്സിഡറി കമ്പനിയാണ് ലെനോവോ എന്ന് പറയുന്നത്. അവർക്ക് 20 to 24% ഓഫ് മാർക്കറ്റ് ഷെയറും ഉള്ളത് ലെനോവോ ആണ്. അവരായിട്ട് മെയിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് HP എന്ന് പറയുന്ന കമ്പനിയാണ്. HPക്ക് 20 to 22% ഓഫ് മാർക്കറ്റ് ഷെയർ ഉണ്ട്. അത് കഴിഞ്ഞാൽ വരുന്നത് ഡെല്ലാണ്. ഡെല്ലിന് 16 to 18. അപ്പോൾ ഈ മൂന്ന് കമ്പനി ആയിരിക്കും മിക്കവാറും കമ്പനികളിൽ നിങ്ങൾ കാണുക. പക്ഷേ അത് കൂടാതെ നമുക്കറിയാം ആപ്പിൾ മെഷീൻസ് ഉണ്ട്, ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. 9 to 10% ആപ്പിൾ മെഷീൻസ് ഉണ്ട് മാർക്കറ്റ് ഷെയർ. പിന്നെ അതേപോലെ തന്നെ ഏസർ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, അസൂസ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് സർഫസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സാംസങ് ഉണ്ട്, തോഷിബ ഉണ്ട്, MSI എന്ന് പറയുന്ന കമ്പനി. ഇതുപോലെ ഒരുപാട് കമ്പനികൾ ഇനിയുണ്ട്. ടോപ്പ് 10 ലിസ്റ്റിൽ വരുന്ന കമ്പനിയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിനെ പറ്റി നമ്മൾ ജനറലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്, പക്ഷേ അതൊക്കെ നമുക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ജനറൽ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒരു സെർവറിലേക്ക് പോവുകയാണ്.
നമുക്കറിയാം സെർവർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. പക്ഷേ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറാണ് എന്ത് സെർവർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈ പെർഫോമൻസ് ആണ്, ഹൈ റിലയബിളാണ്. നമുക്കറിയാം സാധാരണ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ രാവിലെ ഓണാക്കി വർക്കിംഗ് ടൈമിൽ നമ്മളത് വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ഓഫീസിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മളൊരു സെർവർ ആണെന്നുണ്ടെങ്കിലോ അത് നമ്മൾ ഒരു ഡാറ്റാ സെൻറ്ററിലാണ് ഉണ്ടാവുക. കറക്റ്റ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് നമ്മൾ വൺസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ആക്കുന്നില്ല. 24/7 എന്ന രീതിയിൽ അത് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഹൈ പെർഫോമൻസ് ഡിവൈസ് ആയിരിക്കും, ഹൈ റിലയബിൾ ആയിരിക്കണം, എപ്പോഴും അതിൻ്റെ സർവീസസ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. പിന്നെ ഹൈലി സ്കെയിലബിൾ ആയിരിക്കണം. സ്കെയിലബിൾ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അതേമാതിരി ഹാർഡ് ഡിസ്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ്, അതായത് സ്കെയിലബിലിറ്റിയും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് എൻ്റർപ്രൈസ് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെർവർ മെഷീൻസ് ഒക്കെ ഉണ്ടാവുക നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഡാറ്റാ സെൻറ്ററിലേക്കും അത് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ സെർവറിനകത്ത് റൺ ചെയ്യുന്ന വെച്ചാൽ ക്രിറ്റിക്കൽ ആപ്ലിക്കേഷൻസ്, അതായത് ഹൈ പെർഫോമൻസ് യൂട്ടിലൈസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇതിനകത്ത് റൺ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ആപ്ലിക്കേഷൻ സർവേഴ്സ്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ, നമുക്കറിയാം ഒരു IT കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പല സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഹൈ പെർഫോമൻസ് യൂട്ടിലൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതൊക്കെ റൺ ചെയ്യുന്നുണ്ടാവുക ഈ സെർവറിനകത്തേക്കും. ഈ സർവീസ് എന്ത് ചെയ്യാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലയൻറ്റ് മെഷീൻസ് ആക്സസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രിറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യുന്നുണ്ടാവും സെർവറിനകത്തേക്കും. ഉദാഹരണത്തിന് ERP സിസ്റ്റംസ്, ഡാറ്റാബേസ് സർവേഴ്സ്, ആപ്പ് സർവേഴ്സ്, DNS സർവേഴ്സ്, DHCP സർവേഴ്സ്, മെയിൽ സർവേഴ്സ്, ഇതൊക്കെ റൺ ചെയ്യുന്നുണ്ടാവുക മെയിനായിട്ട് ഈ സെർവറിനകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു എൻ്റർപ്രൈസ് സെർവറിൽ നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് കോർസ് ഉണ്ടാവും. അതായത് ഒരു പ്രോസസ്സറിൽ തന്നെ ഹൺഡ്രഡ്സ് ഓഫ് കോർസ് സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മളൊരു കോർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സപ്പോസ് നമ്മളൊരു PowerEdge XC9680 എന്ന് പറയുന്ന ഒരു സെർവർ മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പ്രോസസ്സറിൽ തന്നെ 64 കോർ ഉണ്ടാവും. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ പ്രോസസ്സസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സെർവറിനകത്ത് ഇടാൻ പറ്റും. അപ് ടു 4 പ്രോസസ്സർ വരെ ഒരു സെർവറിനകത്ത് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഓരോ പ്രോസസ്സറും എന്ത് ചെയ്യുന്നുണ്ട്, 4 TB ഓഫ് റാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് കോർസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് 24 TB ഓഫ് മെമ്മറി വരെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, 24 GB 24 TB വരെയുള്ള മെമ്മറി സപ്പോർട്ട് ചെയ്യും. അതേമാതിരി തന്നെ നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജ് സ്പേസ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഹൺഡ്രഡ്സ് ഓഫ് TBs വരെ നമുക്ക് സ്റ്റോറേജും നമ്മുടെ സെർവറുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഹ്യൂജ് സെർവേഴ്സാണ്, നമുക്കറിയാം അത്രയും കോസ്റ്റ്ലിയാണ് സെർവറുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെർവർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 lakh 20 lakh ഒരു 50 lakh ആ റേഞ്ചിലൊക്കെയാണ് ഒരു സെർവറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വരുന്നത്. കാരണം അത്രയും ഹെവി ഹാർഡ്വെയർ വരുന്ന ഡിവൈസുകളാണ്. ഇനി PowerEdge, ഇതിപ്പോൾ ഡെല്ലിൻ്റെയാണ്. PowerEdge എന്ന് പറയുന്ന സീരീസ് ഡെൽ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അപ്പം അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ R960 എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. അതിനകത്ത് 60 കോർ, ഒരു പ്രോസസ്സറിൽ തന്നെ 60 കോർ ഉണ്ടാവും. അപ് ടു 16 TB ഓഫ് റാം വരെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെവി സെർവറുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് സിസ്റ്റം സൈഡിലുള്ള ആൾക്കാരാണ് നമ്മൾ കമ്പ്യൂട്ടറുകളും സെർവറുകളൊക്കെ ആയിട്ട് ആക്സസ് ചെയ്യുന്നുണ്ടാവുക. ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഈ സെർവർ മാനുഫാക്ചറിങ് കമ്പനികളെ പറ്റി നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇവിടെ മാർക്കറ്റ് ഷെയർ ഉള്ളത് ഡെല്ലിനാണ്. ഡെൽ ടെക്നോളജീസിൻ്റെ കയ്യിലാണ് 17 to 20% ഓഫ് സെർവർ മാർക്കറ്റ് ഷെയർ ഉള്ളത്. പിന്നെ അവരുമായിട്ട് മെയിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് HP എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ HP ആണെന്നുണ്ടെങ്കിൽ 15 to 18% ഓഫ് മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ അധിക കമ്പനിയിലും നിങ്ങളിതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ നമ്മൾ സെർവറുകൾ കാണുന്നുണ്ടാവുക എന്ന് വെച്ചാൽ ഡെല്ലിൻ്റെ സെർവറുകളും അതേപോലെ തന്നെ HP-ൻ്റെ സെർവറുകളും ആയിരിക്കും. അതുകൂടാതെ വേറെ പല കമ്പനികളുണ്ട്. IBM ഉണ്ട്, ലെനോവോ ഉണ്ട്, ഇൻസ്പയർ ഉണ്ട്, സിസ്കോയും സെർവറുകൾ ഇറക്കുന്നുണ്ട്, ഹുവായ ടെക്നോളജീസും സെർവറുകൾ ഇറക്കുന്നത്. ഒരുപാട് കമ്പനികൾ നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ടോപ്പ് 10 ലിസ്റ്റാണിത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൽ ലൈവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക, അവരുടെ കമ്പനിയിൽ ഏത് സെർവറുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് ഏതാണ് കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള സെർവറുകൾ, കൂടുതൽ പെർഫോമൻസ് ഉള്ള സെർവറുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്നവർ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സെർവറിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്.